ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ലോകം വിട്ട മരുവാസിയാം പരദേശിക്ക് സിയോൻ പുരി എന്നൊരു നാടുണ്ട്. സ്വർഗ സിയോൻ പുരി എന്നൊരു നാടുണ്ട്. മായലോകം വിട്ട മരുവാസിയാം പരദേശിക്ക് സിയോൻ പുരി എന്നൊരു നാടുണ്ട്. സ്വർഗ സിയോൻ പുരി എന്നൊരു നാടുണ്ട്. പാലും തേനും ഒഴുകും വാഗ്ദത്ത കാനാൻ നാടേ, മാലിന്യമില്ല നല്ല ഭാഗ്യനാടേ, നല്ല ഭാഗ്യനാടേ. മാലിന്യമില്ലാത്തവ പാപശാപങ്ങളില്ല, ചേലേഴും ഭക്തരിൻ വിശുദ്ധ നാടേ. മാലിന്യമില്ലാത്തവ പാപശാപങ്ങളില്ല, ചേലേഴും ഭക്തരിൻ വിശുദ്ധ നാടേ. മായലോകം വിട്ട മരുവാസിയാം പരദേശിക്ക് സിയോൻ പുരി എന്നൊരു നാടുണ്ട്. സ്വർഗ സിയോൻ പുരി എന്നൊരു നാടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഇതിനു മുമ്പ് ഞാനൊരു പ്രസംഗം ചെയ്തിരുന്നു ദൈവപുരുഷനായ കാലേബിനെക്കുറിച്ച്. ഇന്ന് ഞാൻ ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്ന യോശുവയെക്കുറിച്ചാണ്. രണ്ട് മഹൽ വ്യക്തികൾ, മിസ്രൈമിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട ജനത്തെ കനാൻ ദേശത്തേക്ക് എത്തിക്കുന്ന 40 വർഷത്തെ ദീർഘമുള്ള യാത്രയിൽ രണ്ട് വ്യക്തികൾ തിളങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്, യോശുവയും കാലേബും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാൻ അല്പനേരത്തേക്ക് ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നത് യോശുവ എങ്ങനെ ഉന്നതമായ പദവിയിലേക്ക് എത്തി, യോശുവ എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിച്ചു, ആ യോശുവയുടെ ആത്മാവ് നമ്മളോട് എന്താണ് പറയുന്നത്. സാക്ഷികളുടെ എത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽപ്പുന്നെന്ന് പറയുന്നു, നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് പറയുന്നു. നമ്മുടെ ജീവിതയാത്രയിൽ പ്രോത്സാഹനം തരുന്ന കടന്നുപോയ ദൈവവേദങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിന് 38-ാമത്തെ വാക്യം. എന്നാൽ ദേശം ഉറ്റുനോക്കുവാൻ പോയ പുരുഷന്മാരിൽ നൂന്റെ മകൻ യോശുവയും യെഫുന്നയുടെ പുത്രൻ കാലേബും മരിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. ഒരു വലിയ പ്രശ്നം, അനേക ജനങ്ങൾ ബാധ കൊണ്ട് മരിച്ചു വീണപ്പോൾ രണ്ട് വ്യക്തികൾ, യെഫുന്നയുടെ മകനായ കാലേബും നൂൻ്റെ മകനായ യോശുവയും മരിച്ചില്ല. അതൊരു വലിയ വേർതിരിവായിരുന്നു അവിടെ. നമുക്കറിയാം അതിൻ്റെ കാരണം എന്നാണെന്ന് പറയാം. അതിൻ്റെ മുമ്പ് നമുക്ക് ഒരു വാക്കും കൂടി വായിക്കാം. ആവർത്തന പുസ്തകം 34-ാം അധ്യായത്തിലെ 9-ാമത്തെ വാക്യം. നൂന്റെ മകനായ യോശുവെ മോശ കൈവച്ച് അനുഗ്രഹിച്ചിരുന്നത് കൊണ്ട് അവൻ ജ്ഞാനാത്മപൂർണനായി. അതൊരു പുതിയ വാക്കാണ്, നമുക്ക് പരിചയമില്ലാത്ത കാണാം. ജ്ഞാനം കൊണ്ട് ആത്മപൂർണനായി തീർന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത്ര മനോഹരമായ വാക്യമാണ്. വേറൊസിലെ പഴയ കഥാപാത്രങ്ങൾ നേടിയെടുത്ത സമ്പത്ത് എന്താണ്? ഇന്ന് നമുക്കെല്ലാം അനുകൂലമാണ്, പക്ഷെ നമുക്കിതൊന്നും ഒരു വിലയുള്ള വിഷയമല്ല. ഇതൊന്നും അസാധ്യമാണെന്നാണ് പറയുന്നത്. അന്നും പറഞ്ഞിരുന്നു
കാരണം 24 ലക്ഷം ജനങ്ങളെ യാത്ര പുറപ്പെട്ടിൽ 2 പേര് മാത്രം കനാൻ ദേശം കാലിയൊട്ടി. മോശയ്ക്ക് പോലും സാധിച്ചില്ല. മോശയ്ക്കും സാധിച്ചില്ല, അഹ്റോനും സാധിച്ചില്ല, മറിയാമിനും സാധിച്ചില്ല. എന്തായി പറയുന്നത്? ഇതെനിക്ക് മനസ്സിലാകാത്ത വലിയൊരു സത്യമാണ്. ആരവിടെ ചെല്ലും? യഹോവയുടെ പർവ്വതത്തിലേക്ക് ആര് കടന്നു ചെല്ലും? സങ്കീർത്തനക്കാരൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്. അവിടെ ആരാണ് ചെല്ലുന്നത്? ദൈവസന്നിധിയിലേക്ക് ആർക്ക് ചെല്ലാൻ പറ്റും? ഈ ജഡികമായ ലോകത്തിൽ നിന്നും, ഈ ലോകം നിറഞ്ഞിരിക്കുന്ന പിശാചിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിൽ ലോകത്തിൽ നിന്ന് ഒരു വ്യക്തി എങ്ങനെ രക്ഷപ്പെട്ട് അങ്ങ് സ്വർഗത്തിൽ ചെല്ലും? എൻ്റെ മരണക്കിടക്കയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോവോ? അതല്ലേ, വേറെ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? പോയി തീർന്നു. ഈ ഒരൊറ്റ ലക്ഷ്യമല്ലാതെ നമുക്ക് 2 ലക്ഷ്യമാണ് മുന്നിലുള്ളത്. കർത്താവായ യേശു ക്രിസ്തു ഏത് സമയത്തും വിശുദ്ധന്മാരെ, പാപം കൂടാതെ വിശുദ്ധരായി കഴിയുന്നവരെ ചേർക്കാൻ വരും. 2, ഒരു മരണക്കിടക്ക. ഇവിടെ 2 സ്ഥലത്തും പരിശുദ്ധാത്മാവാണ് നമ്മളെ ഒരുക്കുന്നതും നമ്മളെ എത്തിക്കുന്നതും. ഇന്ന് ആർക്കെങ്കിലും ഈ ചിന്തയുണ്ടോ? ദൈനംദിന ജീവിത തിരക്കിനിടയ്ക്ക് ഇങ്ങനൊരു ചിന്ത വല്ല നമുക്കുണ്ടോ? സാധനം ചിന്തിക്കണേ കേട്ടോ. ദൈവവചനം ഹൃദയത്തെ പിളർക്കുന്നതാണ്, പാപവും തരുന്നതാണെന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ഒരു വചനം കേട്ടാൽ നമുക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ? എന്തെങ്കിലും പുതിയ തീരുമാനമുണ്ടോ? അല്ലെ ആ തീരുമാനം ശരിയാക്കാൻ വേണ്ടി ദൈവസന്നിധിയിൽ കിടന്ന് നിലവിളിക്കുന്നൊരു സ്വഭാവം ഉണ്ടോ? ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്നവരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനാകയാൽ അവരെ വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? രക്ഷിക്കും. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ സ്വർഗസ്നായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ചോ? ദൈവം ചോദിക്കില്ലേ? സൗജന്യമായി തരാമെന്ന് പറഞ്ഞത് സ്വീകരിക്കാൻ കരം നീട്ടുന്നില്ലെങ്കിൽ ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ദൈവം ആരെയും നരകത്തിലേക്ക് കൊണ്ടുപോയില്ല. പക്ഷെ നമ്മൾ സ്വയമായിട്ട് നരകത്തിലേക്ക് പോവുകയാണ്. കാരണം ആ തേജസ്സിൻ്റെ സ്ഥലത്ത് നമുക്ക് നിൽക്കാൻ പറ്റില്ല. വിശുദ്ധിയിൽ സൂര്യനേക്കാൾ തേജസ്സേറിയ സ്ഥലത്ത് നമുക്ക് എങ്ങനെ പോയി നിൽക്കാം? ഞാനൊരു ദൈവത്തിൽ പറഞ്ഞു കേട്ടിരുന്നു, തീയാന്ന ദൈവത്തിൻ്റെ സന്നിധി ചെല്ലണമെങ്കിൽ ഞാൻ തീയായേ പറ്റുള്ളൂ. തീക്കല്ലാതെ തീയോടെടുക്കാൻ പറ്റില്ല. തീയെടുത്ത് വേറെ എന്ത് ചെയ്താലും കരിഞ്ഞു പോകും. കരിഞ്ഞു പോകാതിരിക്കണമെങ്കിൽ തീയായി തന്നെ നിന്നാലേ സാധിക്കുള്ളൂ. കേൾക്കാൻ നല്ല ഇമ്പകരമായ കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ യോശുവയെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. ജനത്തെ കനാനിലേക്ക് നയിക്കാൻ ദൈവം യോശുവയാണ് കണ്ടത്. അതിൻ്റെ എന്താണ് കാര്യം? നമ്മൾ ചിന്തിക്കണം. കാരണം നമുക്കറിയാം, മോശയെക്കുറിച്ച് ദൈവം പറയുന്നു, 12 സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിന് 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, മോശ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. 2:12-7 പറയുന്നു, അവൻ ദൈവഗൃഹത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു. ദൈവത്തെ അഭിമുഖമായും സ്പഷ്ടമായും കണ്ട വ്യക്തിയാണ്. ദൈവത്തെ യഹോവയുടെ രൂപം കാണുമെന്ന് അവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഇത്രയും വിശിഷ്ടനായൊരു വ്യക്തി, എൻ്റെ ദൈവത്തിന് സ്തോത്രം. ആ വ്യക്തി ചെയ്ത ശുശ്രൂഷയുടെ കണ്ടിന്യൂഷനാണ് യോശുവയെ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നാലോചിച്ച് നോക്കി, യോശുവയുടെ സ്വസ്ഥത പോവില്ല. വാസ്തവം പറഞ്ഞാൽ പോയില്ല. കാരണം ആത്മാവിൻ്റെ നിറവുള്ള യോശുവയ്ക്ക് ആ ദൗത്യം ഏറ്റെടുക്കുന്നതിന് പ്രയാസം തോന്നിയില്ല. നമുക്കൊക്കെ സാധിക്കുന്ന കാര്യമല്ലായിരിക്കും. പക്ഷേ ആത്മനിറവുള്ള ഒരു ദൈവപൈതലിന് ദൈവത്തിൻ്റെ നിയോഗം വന്നാൽ സ്വീകരിക്കാൻ ഒരു പ്രയാസവുമില്ല. കാരണം അവനറിയാം ദൈവമാണ് നടത്തുന്നത്. അവിടെ മാനുഷ്യ കരങ്ങളില്ല, അവിടെ പഴയ മനുഷ്യനില്ല, അവിടെ ജഡിക മനുഷ്യനില്ല, അവിടെ സ്വാർത്ഥ താല്പര്യങ്ങളില്ല. ദൈവം എന്തു പറയുന്നു അത് കേട്ട് അപ്പറയാനനുസരിക്കുന്നത്. വേറെ ഉത്തരവാദിത്വമൊന്നുമില്ല. അതുകൊണ്ട് ഈ ഭാരമില്ലെന്ന് ഈ പറയുന്നതിൻ്റെ കാരണം. ലോകചിന്തയില്ല, ജഡിക ചിന്തയില്ല, ഭാവിയിലെക്കുറിച്ചുള്ള ചിന്തകളില്ല, മക്കളെക്കുറിച്ചുള്ള ഭാരങ്ങളില്ല, ബിസിനസ്സിനെ കുറിച്ചുള്ള ചിന്തയൊന്നുമില്ല. ഇതെല്ലാം പണ്ടേ തള്ളിക്കളഞ്ഞു. ഒറ്റ ചിന്തയുള്ളൂ, ദൈവത്തെ പ്രസാദിപ്പിക്കണം. ഞാനീ പറയുമ്പോൾ നിങ്ങൾക്ക് പ്രയാസം തോന്നുമായിരിക്കും. പ്രിയപ്പെട്ടവരെ, സത്യം സത്യമല്ലേ? എന്നാലോചിച്ച് നോക്കിയേ, നിങ്ങളിത് അനുഭവിച്ചില്ലെങ്കിൽ ആരിത് പറഞ്ഞു കൊടുക്കും? ആത്മീയം തകർന്ന് തരിപ്പണമായി കിടക്കുന്ന കാലഘട്ടം, ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന കൂട്ടായ്മകൾ, വ്യക്തികളിലേക്ക് ഇറങ്ങിപ്പോകുന്ന കൂട്ടായ്മകൾ, അവിടെ അതിപരിശുദ്ധനായ അദർശനായ വിശുദ്ധനായ ദൈവത്തെ കാണിച്ചു കൊടുക്കാൻ എത്ര പേരുണ്ട്? അനുഭവിച്ചെങ്കിലേ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ,
ഇത്ര വിശിഷ്ടമായ ഒരു വ്യക്തിയായിരുന്ന ആ മോശയുടെ പിന്നാലെ പോകാൻ ദൈവം കണ്ട വ്യക്തി യോശുവയായിരുന്നു. എന്താണ് യോശുവയ്ക്കുള്ള പ്രത്യേകത? പുറപ്പാട് പുസ്തകം 33:11 വാക്യം. ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. പിന്നെ അവൻ പാളയത്തിലേക്ക് മടങ്ങി വന്നു. അവൻ്റെ ശുശ്രൂഷക്കാരനായ നൂൻ്റെ പുത്രനായ യോശുവ എന്ന ബാല്യക്കാരനോ കൂടാരത്തെ വിട്ടുപിരിയാതിരുന്നു. അവിടെയാണ് നമ്മൾ യോശുവയെ കുറിച്ച് കാണുന്നത്. അവൻ്റെ ശുശ്രൂഷക്കാരനായ എന്ന് പറഞ്ഞാൽ മോശയുടെ ശുശ്രൂഷക്കാരനായിരുന്ന നൂൻ്റെ പുത്രനായ യോശുവ എന്ന ബാല്യക്കാരനോ, ഒരു ബാല്യക്കാരൻ കൂടാരത്തെ വിട്ടുപിരിയാതിരുന്നു. ഏത് കൂടാരം? സമാഗമന കൂടാരത്തെ വിട്ടുപിരിയാതിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ സമാഗമന കൂടാരം എന്താണ്? പുറപ്പാട് പുസ്തകം 25:8 വായിച്ചു നോക്കാം. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ ഈ ജനത്തിൻ്റെ നടുവിൽ, ഈ ഇറങ്ങിപ്പോരുന്ന ജനം, മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുന്ന ജനം, ദൈവം ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ അവരുടെ നടുവിൽ വസിക്കണം. അത് നിർബന്ധമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിക്ക്. ദൈവം എൻ്റെ ഹൃദയത്തിൽ വസിക്കാൻ കൊതിക്കുന്നു. ദൈവത്തിന് അവിടെ സ്വർഗത്തിലവിടെ ഇരുന്ന് മാലാഖമാരുടെ വൃന്ദങ്ങളുടെ സ്തുതി കേട്ടുകൊണ്ടിരിക്കാനല്ല താല്പര്യം. ഭൂമി പറന്നു വീണ, തകർന്നു പോകേണ്ട, ശത്രു ഈമ്പി കുടിച്ച, നിരാശപ്പെട്ട് ഭാരപ്പെട്ട് നരകത്തിയിലേക്ക് പോകേണ്ട ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിൽ വന്നു പാർക്കാൻ കൊതിക്കുന്ന ദൈവം. നിങ്ങൾക്ക് ആ ദൈവത്തെ പരിചയമുണ്ടോ? എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചതും ഏറ്റവും കൂടുതൽ ആകർഷിച്ചതുമായ ഒരേ ഒരു കാര്യം അതാണ്. മാനസാന്തരപ്പെട്ടപ്പോൾ, ചെറുപ്രായത്തിൽ ദൈവവിളി കിട്ടപ്പോൾ എനിക്കുണ്ടായ പ്രചോദനം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ഹൃദയത്തിൽ ദൈവം വസിക്കാൻ കൊതിക്കുന്നു. അങ്ങനത്തെ ദൈവത്തെക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു. ദൈവത്തെക്കുറിച്ചുള്ള എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കാര്യം സാധിക്കാനുള്ള ഒരു ഉപകരണം. മനുഷ്യന് പ്രശ്നം വരുമ്പോൾ മനുഷ്യൻ്റെ കൈകൊണ്ട് സാധിക്കാത്തത്, ബലം കൊണ്ട് സാധിക്കാത്തത്, പണം കൊണ്ട് സാധിക്കാത്തത്, വൈദ്യശാസ്ത്രം കൊണ്ട് സാധിക്കാത്തത് വരുമ്പോൾ ഉടനെ ദൈവത്തെ വിളിക്കുക. ആ ദൈവം പ്രാർത്ഥന കേട്ട് എല്ലാ കാര്യം ചെയ്തു വരും. ഇങ്ങനത്തെ ഒരു ദൈവത്തെ എനിക്ക് പരിചയമുണ്ടായിരുന്നുള്ളൂ. പക്ഷേ മാനസാന്തരപ്പെടുന്ന സമയത്ത് എന്നെ ആകർഷിച്ച ഒരേ ഒരു കാര്യം, എൻ്റെ ഹൃദയത്തിൽ വന്നു പാർക്കാൻ കൊതിക്കുന്ന ഒരു ദൈവം. ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. തൻ്റെ ജനത്തെ നയിക്കുമ്പോൾ സ്വർഗത്തിൽ നയിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, ആ ജനത്തിൻ്റെ കൂടെ കഴിയാൻ കൊതിക്കുന്ന ദൈവം, ജനത്തിൻ്റെ ഭാഗവാക്കാൻ കൊതിക്കുന്ന ദൈവം, ജനത്തിൻ്റെ എല്ലാ പ്രശ്നവും കണ്ടും കേട്ടും പരിഹാരം കൊടുക്കാൻ കൊതിക്കുന്ന ദൈവം. അവർ എനിക്ക് ജനവും, ഞാൻ അവർക്ക് ദൈവമായിരിക്കണം. ദൈവത്തിൻ്റെ ആഗ്രഹം കൊതിയാണ്. അത് ഞാൻ അതിനോട് യോജിച്ചെങ്കിലല്ലേ പറ്റുള്ളൂ. എൻ്റെ ഹൃദയത്തിൽ ദൈവം വസിക്കണമെന്ന് ആഗ്രഹിച്ചാൽ നടക്കുമോ? ഞാൻ അനുവാദം കൊടുക്കണ്ടേ? എൻ്റെ വീട്ടിൽ എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള എൻ്റെ വീട്ടിൽ ദൈവത്തിന് ഞാൻ അവസരം കൊടുത്താൽ അത് ദൈവം സന്തോഷത്തോടെ സ്വീകരിക്കും. പക്ഷെ ഞാൻ കൊടുക്കണ്ടേ? ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എല്ലാം വീട്ടിലിരിപ്പുണ്ട്. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എല്ലാം ഹൃദയത്തിലുണ്ട്. പിന്നെ എങ്ങനെ ദൈവം വരും? ചുമ്മാ വിളിച്ചാൽ വരുമോ? വരില്ല. അതിനാണ് തുരുത്തി പുതുതാക്കണമെന്ന് പറഞ്ഞത്. നമ്മുടെ പഴയ മനുഷ്യൻ മാറിയേ പറ്റുള്ളൂ. രൂപാന്തരപ്പെട്ട മനുഷ്യർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. എപ്പോഴും പറയുന്ന ദൈവം പറയുന്ന മാനസാന്തരപ്പെട അല്ലെങ്കിൽ നശിച്ചു പോകും. കർത്താവിൻ്റെ ആദ്യത്തെ സുവിശേഷ പ്രസംഗം ഒരു ചെറിയ സെൻറ്റൻസാണ്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുക. സ്വർഗരാജ്യമാവുന്ന ക്രിസ്തു നിങ്ങളുടെ ഉള്ളത്തിലേക്ക് വരണമെങ്കിൽ നിങ്ങൾക്ക് മാനസാന്തരപ്പെട്ടേ പറ്റുള്ളൂ. നിങ്ങളുടെ കാഴ്ചപ്പാട് മാറണം, ചിന്താഗതി മാറണം, ലാക്ക് മാറണം, ലക്ഷ്യം മാറണം, നടപ്പ് മാറണം, നോട്ടം മാറണം, ഭക്ഷണരീതി മാറണം, വസ്ത്രധാരണം മാറണം, ലാക്ക് മാറണം, ലക്ഷ്യം മാറണം. എല്ലാം ആദ്യ തൊട്ട് മുടി വരെ ഒരു ശിശുഹൃദയം സമ്പാദിക്കണം. നടക്കുന്ന കാര്യമാണോ? സ്വർഗത്തിൽ പോലും കേട്ടോ. നമുക്ക് തർക്കിക്കാം, നമുക്ക് ബുദ്ധിയും ജ്ഞാനവും കഴിവൊക്കെ ഉണ്ടെങ്കിൽ തർക്കിക്കാം. ദൈവമില്ലെന്ന് പറയാം, ക്രൂരനാണെന്ന് പറയാം, ഇതൊക്കെ ആരെ കൊണ്ട് സാധിക്കുന്നൊക്കെ പറയാൻ പറ്റും. പക്ഷേ മരണക്കിടക്കയിലേക്ക് വരുമ്പോൾ നീ അറിയും ഈ ദൈവത്തിൻ്റെ വില എന്താണെന്ന്. ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഗൗരവം എന്താണെന്ന് അറിയാം. ഒരു മനുഷ്യൻ സഹായിക്കാതെ വരുമ്പോൾ നിന്നെ സഹായിക്കാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ആയുസ് മുഴുവൻ പിശാചിന് ഇട്ടും കൊടുത്തിട്ട് നീ അവസാന സമയത്ത് വിളിച്ചാൽ ദൈവം കേൾക്കുമെന്നാണോ വിചാരം? എൻ്റെ ദൈവത്തിന് സ്തോത്രം. കാര്യം ശരിയാണ്. രാവിലെ 6 മണി നേരത്ത് വന്നപ്പോഴും 12 മണി നേരത്ത് വന്നവരും വൈകുന്നേരം വന്നവർക്കും എല്ലാം കൂലി ഒന്ന് തന്നെയാണ്. അത്
അവർക്ക് ആദ്യമായിട്ട് അവരെ ദൈവസ്നേഹം വിളിച്ചപ്പോൾ കിട്ടിയൊരു പദവിയാണ്. നീ സത്യം അറിഞ്ഞവനാണ്, വചനം കേട്ടവനാണ്, ആത്മാദ്യ സ്നേഹം അനുഭവിച്ചവരാണ്, ആത്മാവിൻ്റെ വഴി അറിഞ്ഞവരാണ്. അവർക്കത് പറ്റില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ആ വിശുദ്ധ മന്ദിരത്തിൻ്റെ ആ സമാപന കൂടാരത്തിൻ്റെ വാതുക്കലാണ് യോശുവ കിടന്നിരുന്നത്. അതിനകത്ത് നടക്കുന്ന തേജസ്സേറിയ ദൈവം. മോശ ഇടയ്ക്കിടയ്ക്ക് അകത്തോട്ട് കയറും, പക്ഷേ യോശുവ കയറാൻ പറ്റില്ല. യോശുവ കൂടാരത്തിൻ്റെ വിട്ടുപിരിയാതെ അതിനോട് ചേർന്ന് നിന്ന് കൂടാരത്തിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി മോശ കയറുന്നതും കണ്ടുകൊണ്ട് മോശ സമാധാനത്തോടെ പ്രയാസത്തോടെ അകത്ത് കയറുന്നു, സമാധാനത്തോടെ ഇറങ്ങി വരുന്നു. തേജസ്സേറിയ മുഖവുമായിട്ട് മോശ വെളിയിലേക്ക് ഇറങ്ങി വരുന്ന എല്ലാം കണ്ടുകൊണ്ടിരിക്കുക. കൊതി കാണുമായിരിക്കല്ലേ, എന്നെങ്കിലും എനിക്ക് ഈ സ്നേഹം കിട്ടുമോ, എന്നെങ്കിലും ഈ അനുഭവം ഒന്ന് പ്രാപിക്കാൻ പറ്റുമോ? കൂടാരത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി കിടന്നോണ്ട് കാര്യമുണ്ടോ? ഇന്ന് അങ്ങനെ ചിലർക്ക് അങ്ങനെ കുഴപ്പമുണ്ട്. കൂടാരത്തിനും കാര്യങ്ങളൊക്കെ നോക്കി നടക്കും, പക്ഷേ കൂടാരത്തിനകത്ത് വസിക്കുന്ന ദൈവത്തെ കിട്ടില്ല. അതെന്ന് പറഞ്ഞാൽ രൂപാന്തരപ്പെടാൻ മനസ്സില്ല, ആഗ്രഹം ശരിയല്ല. അതുകൊണ്ടാണ് ഈ യൗവനക്കാരനായ യോശുവ കൂടാരം വിട്ടുപിരിയാതിരുന്ന് എല്ലാവരും അവരുടെ കൂടാരങ്ങളിലേക്ക് പോയപ്പോൾ ഈ ബാല്യക്കാരൻ കൂടാരം വിട്ടുപിരിയാതിരുന്നു. പഴയ നിയമത്തിൽ വേറൊരു കഥാപാത്രമുണ്ട്. വളരെ നൊന്ത് പ്രാർത്ഥിച്ച് നേടിയെടുത്തൊരു ബാല്യക്കാരനുണ്ട്, ശമൂവേൽ ബാലൻ. ദൈവത്തിന് സ്തോത്രം. ബാലനായ ശമൂവേൽ ദൈവത്തിൻ്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ കിടന്നുറങ്ങി. 1 ശമൂവേൽ 3 ശമൂവേൽ ബാലന് ദൈവം അവനെ പ്രാർത്ഥിച്ച് അമ്മയ്ക്ക് കൊടുത്താ. അമ്മ വാക്ക് പാലിച്ചു. നീ എനിക്കൊരു പുരുഷപ്രജയെ തന്നാൽ ജീവപര്യന്തം അത് നിനക്കുള്ളതായിരിക്കും. അതെനിക്ക് അവകാശമൊന്നുമില്ല. കാരണം എൻ്റെ നിന്ന മരണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. എൻ്റെ സഹോദരിയായ അവൾ എപ്പോഴും എന്നെ നിന്ദിക്കുന്ന മച്ചിയാണെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് എൻ്റെ ആ ഒരു ശാപം മാറ്റിയെടുക്കണം, അത്രയേ ഉള്ളൂ. കൊച്ചിനെ നീ എടുത്തു. ദൈവത്തോട് പറഞ്ഞാണ്, ഒരു പുരുഷപ്രജയെ തന്നാൽ അത് നിൻ്റെ ആയിരിക്കും, എൻ്റേതല്ല. എന്തൊരു സമർപ്പണം! ഞാൻ എൻ്റെ ഹൃദയത്തിൽ എത്രമാത്രം തലവെച്ച് നടന്നൊരു കാര്യം എന്നറിയാമോ? സമർപ്പണം എന്ന് പറഞ്ഞാൽ അതാണ്. ദൈവത്തോട് എന്തെങ്കിലും ചോദിച്ച ദൈവം എനിക്ക് തരികയാണെങ്കിൽ അത് നിനക്കുള്ളതായിരിക്കും. നമ്മളങ്ങനെയാണോ? അബ്രഹാം ദൈവത്തോട് ചോദിച്ച് ഇസാക്കിനെ കിട്ടിയപ്പോൾ ദൈവത്തെ മറന്നു. ദൈവം പറഞ്ഞുകൊണ്ട് യാഗപീഠത്തിൽ വെക്കാൻ പറഞ്ഞു. പഠിക്കേണ്ട കാര്യമാണ് പ്രിയരെ. ഞാൻ ആ സ്ത്രീയെ മാനിക്കുന്നു. ദൈവം എനിക്കൊരു കാര്യം തന്നാൽ അത് ദൈവത്തിൻ്റെതായിരിക്കും, എനിക്കില്ല, എനിക്ക് വേണ്ട അവകാശം. അവൻ ദേവാലയത്തിൽ ആ വിളക്കിൻ്റെ കീഴിൽ ബാലനായ ശമൂവേൽ ദൈവത്തിൻ്റെ പെട്ടകമിരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ കിടന്നു. അവനറിയാം പെട്ടകം എന്താണെന്ന്. ഇസ്രായേൽ മക്കളെ കൊണ്ടുവന്ന കാര്യങ്ങളും ചരിത്രങ്ങളൊക്കെ അറിയാം. ദൈവത്തിൻ്റെ തേജസ് വസിക്കുന്ന സ്ഥലമാണ് പെട്ടകമെന്നറിയാം. അവിടെ തന്നെ പോയി കിടന്നു. അവന് വേറെ എവിടെയെങ്കിലും പോയി കിടക്കായിരുന്നു. ദൈവത്തിൻ്റെ ആകർഷണമാണ് പ്രിയരെ. എത്ര പേർക്കുണ്ടിത്? ദൈവത്തോട് ചേർന്നിരിക്കണം, ദൈവത്തിൻ്റെ സ്വഭാവം വേണം, ദൈവത്തിൻ്റെ സാന്നിധ്യം വേണം, ദൈവത്തിൻ്റെ കൃപ വേണം. ദൈവം ഇഷ്ടമില്ലാത്ത ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ വരാൻ പാടില്ല. കർശനമായ തീരുമാനമുള്ള എത്ര പേരുണ്ട്? പഴയ നിയമത്തിൽ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ ഉന്നതമായ നിലവാരത്തിലേക്ക് പോയി. ഈ യോശുവയെക്കുറിച്ച് പറയുമ്പോഴും അവനുള്ള യോഗ്യത, അവൻ കൂടാരത്തെ വിട്ടുപിരിയാതിരുന്നു. നമുക്ക് വല്ലതും പഠിക്കാനുണ്ടോ? ദാഹം. മാൻ നീർത്തോടുകളെ ചെല്ലാൻ കാംക്ഷിക്കുന്ന പോലെ ദൈവമേ, എൻ്റെ ഹൃദയം നിന്നോട് ചേരാൻ കൊതിക്കുന്നു. ദാഹം, ദൈവത്തിനായുള്ള ദാഹം, വിശുദ്ധിക്കായുള്ള ദാഹം, ആത്മാവിനായുള്ള ദാഹം, ബന്ധനം വഴിയാനുള്ള ദാഹം, ക്രിസ്തുവിനെ അറിയാനുള്ള ദാഹം, ഉയരങ്ങളിലേക്ക് പറക്കാനുള്ള ദാഹം, സമാധാനം കൊണ്ട് നിറയാനുള്ള ദാഹം, സന്തോഷം കൊണ്ട് ജനത്തിനു മുമ്പിൽ സാക്ഷ്യത്തോടെ നിൽക്കാനുള്ള ദാഹം. ഒരു ശുശ്രൂഷയും കിട്ടിയില്ലെങ്കിലും സാരമില്ല. ശുശ്രൂഷയല്ല പ്രശ്നയോട്. ദൈവം ആരെങ്കിലും അങ്ങനെ ശുശ്രൂഷ കണ്ടിട്ടുണ്ടോ? കൊടുക്കട്ടെ. നമുക്കറിയാം ഈ കൃപാവരങ്ങൾ, കൊരിന്ത് ലേഖനത്തിൽ കൃപാവരങ്ങൾ നിറഞ്ഞൊരു സഭയായിരുന്നു. എന്തു പറ്റി? ആ സഭയിൽ തന്നെ എല്ലാ വേണ്ടാധീനങ്ങളും ഉണ്ടായി. അപ്പോൾ കൃപാവരം കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഇന്ന് അനേകർ കൃപാവരം എന്നൊക്കെ പറയുന്നു. ഒരു പ്രയോജനമില്ല പ്രിയരെ. എൻ്റെ ഹൃദയത്തിലാണ് ഇതെല്ലാം നടക്കേണ്ടത്. ദൈവത്തിന് സ്വാതന്ത്ര്യത്തോടെ വന്നു വസിക്കാനുള്ള ഒരു ഹൃദയമായി മാറ്റിയെടുക്കുക. ബാക്കി കാര്യം ദൈവം നോക്കിക്കോളും. വല്ലതും തരുന്നുണ്ടോ, വേല വരുന്നുണ്ടോ, ചെയ്തോ ഇല്ലയോ, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നൂടാ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ
അവനുണ്ടായിരുന്ന കൂടാരത്തെ വിട്ടുപിരിയാതിരുന്നു. രണ്ടാമത്തെ കാര്യം സംഖ്യാപുസ്തകം 14:38. എന്നാൽ ദേശം ഉറ്റുനോക്കുവാൻ പോയ പുരുഷന്മാരിൽ നൂന്റെ മകൻ യോശുവയും യെഫുന്നയുടെ പുത്രൻ കാലേബും മരിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. വലിയൊരു ബാധ വന്നിട്ട് മരിക്കാതെ രക്ഷപ്പെട്ടു. കാരണം നമുക്കറിയാം, കാദേശ് മലയിൽ വെച്ച് നടന്നൊരു സംഭവമാണ്. ദേശം ഉറ്റുനോക്കാൻ പോയി 12 ഗോത്രത്തിലുള്ള 12 പേരെ പാരാൻ മരുഭൂമിയിലെ കാദേശ് ബർണയിൽ നിന്ന് കനാൻ ദേശം ഉറ്റുനോക്കാൻ വേണ്ടി 12 പ്രഭുക്കന്മാരെ പറഞ്ഞു വിട്ടു. ദേശം ഉറ്റുനോക്കി അതെങ്ങനെയുണ്ട്, അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി 40 ദിവസം കഴിഞ്ഞ് ഒരു മടങ്ങി വന്നിട്ട് 10 പേര് പറഞ്ഞു ദേശമൊക്കെ നല്ലതാണ്. ഒരു മുന്തിരിക്കൊല ഒരു തണ്ടിൽ കെട്ടി രണ്ടറ്റത്തും ഒരാൾ ചുമന്നുകൊണ്ടാണ്, 2 പേര് ചുമന്നുകൊണ്ടാണ് ആ മുന്തിരിക്കൊല കൊണ്ടുവന്നത്. ആലോചിച്ച് നോക്കിയേ, 2 പേര് ചുമക്കാൻ പറ്റിയ ഒരു മുന്തിരിക്കൊല. അവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. പാലും തേനും ഒഴുകുന്ന ദേശം തന്നെയാണ്, ഞങ്ങൾ പോകാനിരിക്കുന്ന സ്ഥലം നല്ലതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമുക്കവിടെ ചെല്ലാൻ പറ്റില്ല, അവരെ ജയിച്ചടക്കാൻ പറ്റില്ല. അനാക്യ മല്ലന്മാരുള്ള സ്ഥലമാണ്, നമുക്കവിടെ ജയിക്കാൻ പറ്റില്ല. 10 പേരും ജനത്തിൻ്റെ ധൈര്യം ക്ഷയിപ്പിച്ചപ്പോൾ യോശുവ തൻ്റെ ഇടത്തോടെ പറഞ്ഞു, കാരണം കൂടാരവാതിക്ക് കിടക്കുന്നവനല്ലേ, അവന് ദൈവത്തെ അറിയാൻ പാടില്ലേ, അവൻ ദൈവത്തിൻ്റെ ശക്തി കണ്ടവനല്ലേ, പകൽ മേഘസ്തംഭം വരുന്നതും രാത്രി അഗ്നിസ്തംഭം വരുന്നതും കാണുന്നില്ലേ, എല്ലാ ദിവസവും രാവിലെ മന്ന ഇങ്ങനെ പൊഴിയുന്ന കാണുന്നില്ലേ, ചെങ്കടൽ 2ആയിട്ട് വായിക്കപ്പെട്ടത് യോശുവ കണ്ടില്ലേ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് നിറഞ്ഞ 40 കൊല്ലം അത് അവൻ്റെ നന്മയ്ക്ക് വേണ്ടി മാറ്റി. നമുക്കറിയാം, കാദേശ് ബർണയിൽ വെച്ച ഈ 10 പേര് പറഞ്ഞത് കേട്ടിട്ട് ആ ജനം പേടിച്ചു, ജനം കരഞ്ഞു. ഈ മരുഭൂമിയെ കൊണ്ട് ഞങ്ങളെ കൊല്ലാനാണോ നീ കൊണ്ടുവന്നിരിക്കുന്നത്? മോശയോട് പിറുപിറുത്തു. മിസ്രൈമിലെ ശവക്കുഴിയിലായിട്ടാണോ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അതും പോരാ, ഒരു തലവനെ നിയമിച്ച മിസ്രൈമിലേക്ക് പോകാൻ ഒരു പരിപാടി. നോക്കണേ, 10 പേരുടെ സാക്ഷ്യം 24 ലക്ഷം ജനത്തെ തെറ്റിച്ചു കളഞ്ഞു. ഞാൻ പേടിക്കുന്നൊരു കാര്യമുണ്ട്, ഒരു സാക്ഷ്യക്കുറവ് എനിക്ക് വന്നാൽ ഒരു കൂട്ടായ്മ മൊത്തം നശിക്കും. 10 പേര് അവിശ്വാസം പ്രചരിപ്പിച്ചപ്പോൾ ജനം തിരിഞ്ഞു മിസ്രൈമിലേക്ക് പോകാൻ, തലവനെ വെച്ച് മിസ്രൈമിലേക്ക് പോകാൻ അവർ തീരുമാനിച്ചു. ആലോചിച്ച് നോക്കിയേ, ദൈവം കഷ്ടപ്പെട്ട് പാടുപെട്ട് ഈ കൂട്ടിക്കൊണ്ടുവന്ന ജനത്തെ തിരിച്ച് മിസ്രൈമിലേക്ക് പോകാൻ കാരണം എന്താണ്? അവിശ്വാസം. ഈ 40 കൊല്ലം ജീവിച്ചിട്ടും ദൈവത്തെ തിരിച്ചറിയാൻ പറ്റിയില്ല, ദൈവസ്നേഹം കണ്ടെത്താൻ പറ്റിയില്ല, ദൈവം നല്ലവനാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഈ ദൈവം ഞങ്ങളെ കനാൻ ദേശത്ത് എത്തിക്കും. ആരുടെയെങ്കിലും എടുക്കൊണ്ടാണോ ചെങ്കടൽ മാറിയത്? ആരുടെയെങ്കിലും എടുക്കൊണ്ടാണോ പ്രിയപ്പെട്ടവർ ഈ ജനം ഇത്രയും പേർക്ക് ഭക്ഷണം കൊടുത്ത് ഇവിടെ കൊണ്ടുവന്നത്? ആ ദൈവത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്നും ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നതാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം ജീവിതത്തിൽ നടക്കുന്നു. അനേകരുടെ രോഗം സൗഖ്യമായില്ലേ? അനേകർക്ക് ജോലി കിട്ടിയില്ലേ? അനേകരുടെ കടം മാറിയില്ലേ? അനേകരുടെ മക്കൾ നല്ല സമൃദ്ധിയോടെ ജീവിക്കുന്നില്ലേ? നല്ല 2 നില വീടുള്ള എത്രയോ പേരുണ്ട്, വാഹനമുള്ള എത്രയോ പേരുണ്ട്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ നടന്നില്ലേ? ഒരു ദൈവം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? ആ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനം അനുസരിക്കാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? എനിക്ക് ദൈവത്തിൻ്റെ വേലക്കാരനാകണം, എൻ്റെ ദൈവത്തിൻ്റെ കരച്ചിൽ മാറ്റണം, എൻ്റെ ദൈവത്തിൻ്റെ സങ്കടം എനിക്ക് മാറ്റണം, അവൻ്റെ മുഖം പ്രസന്നമാകണം. ഞാൻ എന്നെ നോക്കി എൻ്റെ ദൈവം കരയാൻ പാടില്ല, എൻ്റെ ദൈവം എന്നെ നോക്കി ദുഃഖിക്കാൻ ഒരു കാരണവശാലും പാടില്ല. എന്തെല്ലാം വന്നാലും ശരി, എന്നെ സ്നേഹിച്ചൊരു ദൈവമുണ്ട്, എന്നെ ആഴക്കുടിയിൽ നിന്ന് കോരിയെടുത്തൊരു ദൈവമുണ്ട്, എൻ്റെ മേൽ രക്തം തളിച്ചൊരു ദൈവമുണ്ട്, എൻ്റെ മേൽ ആത്മാവിനെ തന്നൊരു ദൈവമുണ്ട്, എനിക്ക് പ്രത്യാശ എന്നൊരു ദൈവമുണ്ട്. ആദ്യ സ്നേഹത്തിന് ലഹരിയിൽ ഓടിച്ചാടി നടന്നൊരു കാലം എനിക്കുണ്ട്. ഒരു ദൈവമുണ്ട്. ബന്ധനം അഴിഞ്ഞാൽ സുന്ദരമായ ഒരു ജീവിതം ഈ ലോകത്തിനുണ്ടെന്ന് അനുഭവം തന്നില്ലേ? എന്നിട്ടോ ഇന്ന് പിന്മാറിയിരിക്കുകയല്ലേ സഹോദര? ഇന്ന് ആ പഴയ തീഷ്ണതയെല്ലാം പോയില്ലേ? ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയില്ലേ? ഇന്ന് പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കാനുള്ള ഏകാഗ്രതയുണ്ടോ? പ്രാർത്ഥിക്കാനുള്ള സന്തോഷമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഇതൊരു പേരിനും ചടങ്ങായിട്ടല്ലേ യോഗത്തിന് വരുന്നത്? വചനം കേൾക്കുമ്പോൾ ഹൃദയത്തിൽ കുത്തുകൊള്ളുന്നുണ്ടോ? കണ്ണുനീര് പറ്റിപ്പോയില്ലേ പ്രിയപ്പെട്ടവരെ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം അനുഭവം കണ്ടിട്ടും 10 പേരുടെ വാക്ക് കേട്ട് 25 ലക്ഷം ജനങ്ങൾ നശിച്ചു പോകാൻ ഞാൻ കാരണമായി തീർന്നാൽ ദൈവത്തിൻ്റെ കോപം. ബാധ വന്നു എന്നാണ് പറയണത്. ആ ബാധ വന്ന് മുഴുവൻ ജനത്തെ നശിപ്പിക്കാൻ ദൈവം പരിപാടി ഇട്ടു. എന്നിട്ട് മോശയോട് പറഞ്ഞു, നിന്നിൽ ഞാൻ ഒരു പുതിയ തലമുറയെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. മോശ ഇടിവിൽ നിന്നു. നീ നശിപ്പിച്ചു കഴിഞ്ഞാൽ ജാതികൾ, ചുറ്റുമുള്ള ദേശത്തുള്ള ജാതികൾ മുഴുവനും അവർ പരിഹസിക്കും. ഈ ദൈവത്തിന് ജനത്തെ അക്കരെ ദേശത്ത് എത്തിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പറയും.
മോശ മധ്യസ്ഥ ചെയ്തു. എങ്കിലും ദൈവം കോപത്തോടെ പറഞ്ഞു, ഈ പെറുപുറത്ത് ഒരെണ്ണം ഇനി കനാൻ ദേശം കൈവശമാക്കില്ല, അവരിവിടെ പട്ടുപോകുമെന്ന്. എന്താണ് അവിടെയും യോശുവ രക്ഷപ്പെട്ടു. കാരണം അവൻ ആലയത്തോട് പറ്റിച്ചേർന്ന് നിന്നവനാണ്. അവൻ ദൈവത്തെ അറിഞ്ഞവനാണ്, ദൈവസ്നേഹം കണ്ടവനാണ്, ദൈവത്തിനു വേണ്ടി ജീവിതം വേർതിരിച്ചവനാണ്, അവന് വിശുദ്ധിക്ക് വേണ്ടി കൊതിച്ചവനാണ്, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിച്ചവനാണ്. അവന് മാത്രമേ ആ നിർണായക ഘട്ടത്തിൽ തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്നൊക്കെ ആടിപ്പാടി നടക്കാം. ഒരു പ്രശ്നം വരട്ടെ, ആരും സഹായിക്കാൻ പറ്റാത്ത സന്ദർഭം വരട്ടെ, അന്ന് നിൻ്റെ അടുത്തേക്ക് ആരും വരില്ല കേട്ടോ. അന്ന് നിന്നെ സഹായിക്കാൻ പറ്റുന്ന യേശുവിനെ ഇന്ന് നീ മുറുകെ പിടിച്ചുകൊള്ളുക. നിൻ്റെ നല്ല കാലത്ത് നിന്ന് ദൈവത്തെ പിടിച്ചുകൊള്ളുക. കഷ്ടകാലത്ത് അവൻ നിന്നെ വിട്ടുപിരിഞ്ഞു പോവില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവിടെ ആ ഉറ്റുനോക്കാൻ പോയ ജനത്തിൽ പുള്ളി ഏകനായി മാറി നിന്നു. ജനത്തോട് പറഞ്ഞു, മോശയോട് പറഞ്ഞു, ആ ദേശം നല്ല ദേശമാണ്, ഞാൻ പോയി കണ്ട ദേശമാണ്, അവിടെ അനാക്യമല്ലന്മാരുണ്ട്, ശരിയാണ്. പക്ഷേ നമുക്കൊരു ദൈവമുണ്ട്, തകർത്ത സാത്താനെ തല്ലിത്തകർക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്, പിടിച്ചടക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്. ആ ദൈവം നമ്മളെ അവിടെ എത്തിക്കും. ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. എന്തെല്ലാം പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും, എത്ര പാപത്തിൻ്റെ ബന്ധനം ഉണ്ടെങ്കിലും, എത്ര ബന്ധനം മുറുകിയാലും, എൻ്റെ ദൈവം എൻ്റെ ബന്ധനം അഴിക്കുന്ന വിശ്വാസത്തോടെ എല്ലാം എത്ര പേരുണ്ട്? ഇന്ന് വിശ്വാസം ഉണ്ടോ പ്രിയപ്പെട്ടവരെ? സംഖ്യാപുസ്തകം 22:16-18 വാക്യങ്ങൾ വായിക്കാം. യഹോവയുടെ സഭ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആകാതിരിപ്പാൻ തക്കവണ്ണം അവർക്ക് മുമ്പായി പോകുവാനും അവർക്ക് മുമ്പായി വരുവാനും അവരെ പുറത്തു കൊണ്ടുപോകുവാനും അകത്ത് കൊണ്ടുവരുവാനും യഹോവ മോശയോട് കൽപ്പിച്ചത്, എൻ്റെ ആത്മാവുള്ള പുരുഷനായി നൂൻ്റെ മകനായ യോശുവയെ വിളിച്ച് അവൻ്റെ മേൽ കൈവച്ച് അവനെ പുരോഹിതനായ എലയാസാറിൻ്റെയും സർവ്വസഭയുടെയും മുമ്പാകെ നിർത്തി അവർ കാണെ അവന് ആജ്ഞ കൊടുക്കാം. ദൈവത്തിന് സ്തോത്രമായിട്ട് അവിടെ യോശുവയെ സ്ഥാനം കൊടുക്കുകയാണ്. ഇനി നയിക്കാനുള്ള സ്ഥാനമായിട്ട് അവനെ അനുഗ്രഹിക്കുകയാണ്. എൻ്റെ ആത്മാവുള്ള പുരുഷനായ നൂൻ്റെ മകനായ യോശുവ. എത്ര മനോഹരമായ വാക്കാണ്, എൻ്റെ ആത്മാവുള്ള നൂൻ്റെ മകനായ യേശു. ദൈവം നോക്കി. പക്ഷെ കാലേബിന് ശക്തിയുണ്ട്, കാലേബിന് ഒരു ജഡത്തിൻ്റെ ധൈര്യമൊക്കെ ഉണ്ട്, അവനൊരു യോദ്ധാവാണ്. എന്നാൽ ഇവിടെ വേർതിരിവ് വരികയാണ്. കാലേബ് ശരിയാണ്, ദൈവത്തോട് പറ്റിച്ചേർന്നു എന്നുള്ള ശരിയാണ്. പക്ഷേ ഇവിടെ പറയുന്നൊരു കാര്യം, അവന് വേറെ ഹൃദയം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ പറയുന്നു എൻ്റെ ആത്മാവുള്ള നൂൻ്റെ മകനായ. ദൈവത്തിന് സ്തോത്രം. ഈ കൂടാരത്തോട് ചേർന്നിരിക്കുമ്പോൾ കിട്ടുന്നൊരു വലിയൊരു ഭാഗ്യം അതാണ്. ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ കിട്ടുന്ന ഭാഗ്യമാണ് ദൈവത്തിൻ്റെ ആത്മാവിനെ കിട്ടുക എന്നുള്ളത്. എൻ്റെ ആത്മാവുള്ളവർക്ക് മാത്രമേ ജനത്തെ നയിക്കാൻ പറ്റുള്ളൂ. ഇന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നത്, വചനം പറയാൻ അറിയാമോ? ആ ശുശ്രൂഷ ചെയ്യും. അതിന് കഴിവുണ്ടോ? ആ ശുശ്രൂഷ ചെയ്യും. അതിന് പ്രാഗൽഭ്യമുണ്ടോ? ആ ശുശ്രൂഷ ചെയ്യും. പരിജ്ഞാനമുണ്ടോ? ശുശ്രൂഷ ചെയ്യും. പക്ഷേ ആത്മാവിൻ്റെ കാര്യം ആരും ചിന്തിക്കുന്നില്ല. ഇവിടെ പറയുന്നത് നൂൻ്റെ മകനായ യോശുവ ഈ മോശയുടെ ശുശ്രൂഷ ഏറ്റെടുക്കണമെങ്കിൽ അവന് ആത്മാവ് വേണം. ദൈവാത്മാവ് നിയന്ത്രിക്കപ്പെടുന്ന ഒരു മനുഷ്യനാണെങ്കിൽ മാത്രമേ വേല ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവർക്കൊന്നും വേല ചെയ്യാൻ പറ്റില്ല. ഇന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടൊരു കാലമാണ്. പരിശുദ്ധാത്മാവില്ലാത്ത ഒരു മനുഷ്യന് ഒരു വേലയും ചെയ്യാൻ പാടില്ല, ദൈവം അനുവദിക്കത്തില്ല. വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എൻ്റെ ആത്മാവുള്ള നൂൻ്റെ മകനായ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ കാര്യം വിടുകയാണ്. ജ്ഞാനപൂർണ്ണ ആത്മാവുള്ളവനായി തീർന്നു. ഇനിയും നമുക്കറിയാമല്ലോ, ഈ യോശുവയാണ് യോർദാൻ പറ്റിച്ചത്. അവൻ ചെങ്കടൽ പറ്റിച്ച കണ്ടായിരുന്നു. യോർദാൻ പറ്റിക്കാൻ യോശുവയിൽ കൂടെയാണ് ദൈവം പ്രവർത്തിച്ചത്. അടുത്ത ഘട്ടം എന്നറിയാമോ? ആർക്കും പിടിച്ചടക്കാൻ വയ്യാത്ത എറിഹോ മതിൽ തകർത്ത് തെരിപ്പണമാക്കാൻ ഈ യോശുവയിൽ കൂടെയാണ് ദൈവം പ്രവർത്തിച്ചത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ വൻ കാര്യം ആത്മാവുള്ള ദൈവത്തിനെ കൊണ്ട് സാധിക്കും. ദൈവമുള്ള ഒരു മനുഷ്യന് ദൈവം എടുത്ത് ഉപയോഗിച്ചാൽ അത്ഭുതങ്ങൾ നടക്കും. അവസാന കാലം വന്നപ്പോഴത്തെ യോശുവ ജനത്തെ എല്ലാം വിളിച്ചു വേർതിരിച്ചിട്ട് അവരെ വ്യക്തമായിട്ട് പറഞ്ഞ് സമർപ്പണത്തിലേക്ക് കൊണ്ടുവന്നു. നിങ്ങളീ കാലമൊക്കെയും കണ്ടൊരു ദൈവമുണ്ടല്ലോ, ആ ദൈവത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും അവതരിപ്പിച്ച് തരികയാണ്. പക്ഷെ ഒരു കാര്യം, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും. നിങ്ങൾക്ക് ഏത് വേണേലും തിരഞ്ഞെടുക്കാം. മിസ്രൈമ ദൈവത്തിന് പിന്നാലെ പോകണോ? നിങ്ങൾ തിരഞ്ഞെടുത്തോളൂ. ഈ കാലമൊക്കെയും 40 കൊല്ലം കൊണ്ട് നിങ്ങൾ ദൈവത്തെ മനസ്സിലാക്കി, നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. പക്ഷെ ഞാൻ എൻ്റെ കാര്യം പറയാണ്, ഇത്രയും നാളും എൻ്റെ ദൈവം നല്ലവനായിരുന്നു, വിശ്വസ്തനായിരുന്നു. ആ ദൈവത്തിന് വേണ്ടി എൻ്റെ ശിഷ്ടകാലം ഞാനും എൻ്റെ കുടുംബവും
പ്രിയപ്പെട്ടവരെ, ഒരു ദൈവത്തിൽ നിന്നാൽ കുടുംബം രക്ഷപ്പെടും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ എന്ത് തീരുമാനിക്കുന്നു? നിങ്ങൾക്ക് ഈ ദൈവത്തെ വേണമോ? നിങ്ങൾക്ക് ഈ കാലേബിനെയും യോശുവയെ പോലെ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കണമോ? കുടുംബത്തെ രക്ഷിക്കണമോ? ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ദൈവത്തിന് മാത്രം മഹത്വപ്പെടാനായിട്ട് ദൈവത്തിന് സ്തോത്രം.